What's up, you all? Yes, come on, come on. Then that's what we want. Come at the hour, come at the match, come at the game, come at Cole Jermaine Palmer. Woo! 19 മത്സരങ്ങൾ ഓൾ കോമ്പറ്റീഷൻസിൽ ഗോള് അടിക്കാത്ത കഴിഞ്ഞ 12 മത്സരങ്ങൾ പ്രീമിയർ ലീഗിൽ ഗോൾ അടിക്കാത്തത് കോൾ പാൽമർ ഫൈനലി സ്കോർസ് എ ഗോൾ ഈവൻ തോ പെനൽറ്റി ആയിരുന്നെങ്കിലും ദാറ്റ് വാസ് എ ഗോൾ. കോൾ പാൽമർ ഷോ ആയിരുന്നു എന്ന് ഹി വാസ് അബ്സല്യൂട്ട്ലി ബ്രില്യന്റ്. ടോട്ടൽ ക്രെഡിറ്റ് ടു കോൾ പാൽമർ. ആൻഡ് ഫൈനലി എന്റെ വീഡിയോ മെറസ്ക കണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ കിടന്ന് അലറി ചീത്ത വിളിച്ചത് മെറസ്ക കണ്ടു. മെറസ്കയ്ക്ക് പേടിയായി. അതുകൊണ്ട് പുള്ളിക്കാരന് ബുദ്ധി വെച്ചതിന് ശേഷം പുള്ളിക്കാരൻ ടീമിനെ മര്യാദയ്ക്കൊന്ന് സെറ്റപ്പ് ചെയ്തു. ഞാൻ ചീത്ത വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അങ്ങേരെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ച് നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ നേരത്തെ നന്നായി. അവസാനം അങ്ങനെ നന്നായാലും സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ഈഗോന് ഇവിടെ പ്രാധാന്യമൊന്നുമില്ല. ടീം നല്ലോണം കളിക്കുക, പെർഫോം ചെയ്യുക എന്നുണ്ടെങ്കിൽ വളരെ വളരെ ഹാപ്പി. അത് എങ്ങനെ കാണിച്ചാലും. ആൻഡ് ടുഡേ ടീം വാസ് പെർഫോമിംഗ് റിയലി വെൽ. മാച്ച് റിവ്യൂലും കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് കൺഗ്രാറ്റുലേഷൻസ് ലിവർപൂൾ ഓൺ ബീങ് ദ ചാമ്പ്യൻസ്. ഗാർഡ് ഓഫ് ഓണർ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ മാച്ച് പ്രിവ്യൂവിൽ ഞാൻ പറയണ്ടായിരുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് ഗാർഡ് ഓഫ് ഓണർ തരുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് 3 പോയിന്റ്സ് തരുന്നു. താങ്ക് യു സോ മച്ച്. ആ 3 പോയിന്റ്സ് തന്നതിൽ ലിവർപൂൾ കുറച്ച് അലസതയോടെയാണ് കളിച്ചത് എന്നുള്ളത് വളരെ എവിഡന്റ് ആണ്. ആദ്യത്തെ ഗോൾ കൺസീഡ് ചെയ്തപ്പോഴാണ് ലിവർപൂൾ ഒന്ന് ഉഷാറായി വന്നത്. അത് കണ്ടാലും അറിയാം. ഇൻഫാക്ട് അവർ ആദ്യത്തെ ഗോൾ നേടിയപ്പോൾ ഒരു ടിപ്പിക്കൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. വെർജിൽ വാൻ ഡൈക്ക് ഒരുമാതിരി കൺസോലേഷൻ പോലെ ലിവർപൂൾ ഫാൻസിനോട് യെസ് എന്ന് പറഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതപ്പോൾ മെന്റലി അവർ 100% ഉണ്ടായിരുന്നില്ല. അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയി മാറി. ആ അഡ്വാൻറ്റേജ് നമ്മൾ കംപ്ലീറ്റ്ലി മുതലെടുത്തു. 4 വർഷത്തിൽ ലിവർപൂൾ ആയിട്ടുള്ള ഒരു ജയം, 7 വർഷത്തിൽ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ഒരു ജയം. ഡാം, ലിവർപൂൾ ഹാസ് ബീൻ ഡോമിനേറ്റിംഗ് അസ് ഓർ വാട്ട് മച്ചാനെ. കഴിഞ്ഞ 10 വർഷത്തിൽ 2-0 ലീഡ് നമ്മൾ ലിവർപൂളിനെതിരെ. വാട്ട് എപ്പോ സംഭവിച്ചു? ബട്ട് ഓവറോൾ മച്ചാനെ ഇറ്റ്സ് ബീൻ റിയലി ഗുഡ്. റിയലി ഹാപ്പി വിത്ത് ദ റിസൾട്ട്, റിയലി ഹാപ്പി വിത്ത് ദ പെർഫോമൻസ്. അപ്പൊ നമുക്ക് ലൈനപ്പ്, ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്, പ്ലേ പെർഫോമൻസ് എല്ലാവർക്കും കിടക്കാം. ലൈനപ്പ് നോ സർപ്രൈസ്, ഒട്ടും തന്നെ ഞെട്ടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കൈസഡോ ആസ് എ ഇൻവേർട്ടഡ് റൈറ്റ് ബാക്ക്, ലാവിയ, എൻസോ ഫെർണാണ്ടസ്, കോൾ പാൽമർ, മാഡുവക്കെ ഓൺ ദ ലെഫ്റ്റ്, പെഡ്രോ നെറ്റോ ഓൺ ദ റൈറ്റ് ആൻഡ് നിക്കലസ് ജാക്സൺ ആസ് യൂഷ്വൽ. ഫസ്റ്റ് ഹാഫ് തുടങ്ങി. അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ ഹൈ പ്രസൻസ് ഗെയിം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ മിഡ്ഫീൽഡിൽ നിന്ന് ലാവിയ വാസ് മച്ചാനെ, വി മിസ് ദിസ് ഗൈ. ഹി ഈസ് എ ബീസ്റ്റ്. അവൻ ഒരു സീസൺ മുഴുവൻ ഫിറ്റ് ആയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പിക്കാൻ വി വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ് ലെവൽ. ഹി വാസ് ആൻ അബ്സല്യൂട്ട് ബീസ്റ്റ്. ആ ഫസ്റ്റിൽ പുള്ളിക്കാരനൊന്ന് തിരിഞ്ഞിട്ട് അപ്പോഴത്തേക്കും കോൾ പാൽമർ എലിയറ്റ് ജോൺസിനെ ഒന്ന് വെട്ടിച്ചിട്ട്, എലിയറ്റ് ജോൺസ് ആണോ, ഹാർവി എലിയറ്റ് അല്ലേ, കേർട്ടിസ് ജോൺസ് ഒന്ന് വെട്ടിച്ചിട്ട് പുള്ളിക്കാരനുള്ളിലേക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരു നല്ല പാസ്. ആ പാസ് നല്ല ലേ ഓഫ് ടു പെഡ്രോ നെറ്റോ. നെറ്റോനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഒരു കുതിരയാണ് തലയങ്ങനെ താഴ്ത്തി പറഞ്ഞൊരു ഓട്ടോ ഓടി. പിന്നെ എന്താ പറയണേ, ഇൻഷാല്ലാ എന്നും പറഞ്ഞൊരു ഒരു പെനൽറ്റി ബോക്സിലേക്ക് ഒരു ക്രോസ്. അത് എൻസോ ഫെർണാണ്ടസിന്റെ കാലിലേക്ക് വീഴുന്നു. എൻസോ ഫെർണാണ്ടസിന്റെ ബ്യൂട്ടിഫുൾ ഫിനിഷ്, 1-0. അതിനുശേഷമാണ് ലിവർപൂൾ കളിയിലേക്ക് ഒന്ന് ഉഷാറായി വരുന്നത്. അപ്പോഴാണോ ശരി നമ്മൾ കളിക്കണോ അല്ലേ, ചാമ്പ്യൻസ് ആയിട്ട് നമുക്ക് കളിക്കണോ അല്ലേ, ഒരു മൂഡില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു ഗോളൊക്കെ വഴങ്ങിയപ്പോഴത്തേക്കും ലിവർപൂൾ ഉഷാറായി. പിന്നെ കുറച്ചു നേരം ലിവർപൂൾ ഭയങ്കര ബോൾ ഡോമിനന്റ് ആയിരുന്നു. ചാൻസസ് ഒന്നും കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും ഭയങ്കര ബോൾ ഡോമിനേഷൻ ആയിരുന്നു അവരുടെ. നമുക്കൊരു സമയത്ത് നമ്മുടെ പൊസഷൻ സ്റ്റാറ്റ്സ് അവർക്ക് 72%, നമുക്ക് 27%, 73% പൊസഷൻ, 27% നമ്മുടെ ബോൾ മുഴുവൻ അവരുടെ കയ്യിൽ തന്നെയായിരുന്നു. നമ്മൾ ബിൽഡപ്പ് പോലും കാര്യമായിട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. കംപ്ലീറ്റ് നമ്മളൊരു മിഡ് ടു ലോ ബ്ലോക്ക് കളിക്കാനായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഒരു ഗോൾ നേടിയതിനു ശേഷം. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ത്രൂ ചാൻസസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 1-2 നല്ല സ്ലീക്ക് പാസസ് ഒക്കെ നടത്താൻ ഉള്ള ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ലിവർപൂളിന് അങ്ങനെ കംപ്ലീറ്റ്ലി സാഞ്ചസിനെ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നില്ല. അതോടെ തന്നെ നമ്മൾ കളികൾ മുന്നോട്ട് പോയി. ആദ്യ പകുതി കഴിഞ്ഞു, രണ്ടാം പകുതി തുടങ്ങുന്നു. അഗൈൻ വി വർ പ്ലേയിങ് ഡീസെന്റ്. നല്ല രീതിയിൽ തന്നെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു. ആൻഡ് ദെൻ ഈ പറയുന്ന പാൽമർ തന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് കട്ട് ചെയ്യുന്നു, എടുക്കുന്നു, ഒരു ക്രോസ് എടുക്കുന്നു, അത് എവിടെയോ തട്ടി വീഴുന്നു. വാൻഡൈക്ക് അത് ക്ലിയർ ചെയ്യാൻ നോക്കുന്നു. വാൻഡൈക്ക് ക്ലിയർ ചെയ്യുന്നത് കോൺസെ എന്ന് തോന്നുന്നു. കോൺസയുടെ ശരീരം തട്ടി തിരിച്ച് ഓൺ ഗോൾ. ആൻഡ് അതോടെ 2-0 നമ്മൾ ജയിക്കുന്നു. പിന്നെ ലിവർപൂൾ സ്വാഭാവികമായിട്ടും മിനിറ്റ്സ് കഴിയും തോറും ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ കിട്ടുന്ന ഒരു കോർണറിൽ വാൻഡൈക്ക് ഗോൾ അടിക്കുന്നു, 2-1. പിന്നെ 95-ാമത്തെ മിനിറ്റ്, 94-ാമത്തെ മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ബാക്ക് പാസ്, മെക്കാലിസ്റ്റർ സൊബോസ്ലെ ആണോ ബാക്ക് പാസ് കൊടുത്തത്,
ശരിക്കും പറഞ്ഞത് വീണ്ടും അത് കോൺസയുടെ ഇത് ഭാഗത്ത് തന്നെ വന്നു. പക്ഷെ കൈസഡോ മച്ചാനെ വർക്ക് റേറ്റ് കാരണം പെനൽറ്റി ബോക്സിലേക്ക് ഓടിച്ചാടി അവൻ ഫസ്റ്റ് ബോൾ തൊട്ടു, ഫൗള് നേടിയെടുത്തു, പെനൽറ്റി 95th മിനിറ്റ് കോൾ പാൽമർ സ്കോർസ് എ കൂൾ പെനൽറ്റി ഒരുപാട് നാൾക്ക് ശേഷം. ഇൻഫാക്ട് ആ സെലിബ്രേഷൻ കണ്ടറിയാം, പ്ലേയേഴ്സ് വർ ഓൾ ഹാപ്പി. ഇവന്റെ പുറകിൽ ഇവർ ഓൾ റിയലി ഹാപ്പി ആൻഡ് റൈറ്റ് ടൈം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഫുൾഹമിനെതിരെയുള്ള ഒരു ഗോൾ, ആ പെഡ്രോ നെറ്റോന്റെ അവസാനത്തെ മിനിറ്റത്തെ ഗോൾ, ഇറ്റ് ചേഞ്ച്ഡ് എവറിത്തിങ് ഫോർ അസ്. ആ അവസാനത്തെ മിനിറ്റ് ഫുൾഹമിനെതിരെയുള്ള ഗോള് നമുക്ക് ഭയങ്കര നമ്മുടെ ടീമിന് ഒരു മോട്ടിവേഷൻ തരികയും അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു ടീമിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസും നല്ല രസമുണ്ട്. കോൾ പാൽമർ റൈറ്റ് ഹാഫ് സ്പേസിൽ കളിക്കുന്നു, അതിനെക്കുറിച്ച് ഞാൻ പ്ലെയർ പെർഫോമൻസിലേക്ക് വരാം. ഓവറോൾ പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ തിങ്ക് സാഞ്ചസ് വാസ് വെരി ഗുഡ് ടുഡേ. മണ്ടത്തിനൊന്നും കാണിച്ചില്ല, ഒരൊറ്റ തവണ എന്തൊരു സ്ട്രേറ്റ് പാസ് കൊടുത്തു. ചാലബ കോൾവിൽ വാസ് വെരി ഗുഡ്. കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അവരെന്തെങ്കിലും കാണിച്ചു കൂട്ടുമെന്നുള്ളത്. ഇൻഫാക്ട് ഡാർവിൻ ന്യൂനസിന് ഒരു മനോഹരമായ ഒരു ഫ്രീ ഹെഡർ ഉണ്ടായിരുന്നു. എനിക്ക് അപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ ജഗദീഷ് ശ്രീകുമാറിന്റെ ഡയലോഗാണ്, അപ്പാപ്പന് ഉന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയണോ, അല്ലെ ഡാർവിൻ ന്യൂനസിന് ഉന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഗോളായില്ല, അതായിരുന്നെങ്കിൽ ഗോൾ ആവേണ്ടതായിരുന്നു. എനിവേ ചാലബ കോൾവിൽ വളരെ മനോഹരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. കുക്രയ വാസ് എക്സലന്റ്. മുഹമ്മദ് സാലേനെ കംപ്ലീറ്റ്ലി ക്വയറ്റ് ഡൗൺ ചെയ്തു. എനിക്കൊന്ന് സാലെ എന്ന് ജസ്റ്റ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ഒന്ന് കറങ്ങി കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ, കാരണം ജില്ലയായിട്ട് അവിടെ നടക്കായിരുന്നു, ഗെയിമിലൊന്നും ഇൻവോൾവ് ആയിരുന്നേ ഇല്ല. കുക്രയായിട്ടുള്ള 1-on-1 ബാറ്റിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻഫാക്ട് സാല കംപ്ലീറ്റ്ലി വാസ് ലോക്ക് ഡൗൺ. കുക്രയ ഹാഡ് ആൻ എക്സലന്റ് പെർഫോമൻസ്. കൈസഡോ വാസ് ബ്രില്യന്റ്. ഇൻഫാക്ട് ഇൻവേർട്ടഡ് റൈറ്റ് ബാക്ക്, പിന്നെ നമ്പർ 6, പിന്നെ പെനൽറ്റി നേടി തന്നതിൽ ഹി വാസ് എക്സെപ്ഷണൽ ടുഡേ. വൺ ഓഫ് ദ ബെസ്റ്റ് ഈ സീസണിലെ ചെൽസിയുടെ ബെസ്റ്റ് പ്ലെയർ ഫോർ മീ ഹാസ് ടു ബി കൈസഡോ. ആൻഡ് ദെൻ എൻസോ ഫെർണാണ്ടസ് ഗോൾ നേടി, കൺട്രോളിംഗ് ദ ഗെയിം, ക്രിയേറ്റിംഗ് ചാൻസസ്, ബ്യൂട്ടിഫുൾ. റോമിയോ ലാവിയ, വാട്ട് എ പ്ലെയർ മാൻ. അവനൊരു നമ്പർ 6 അവൻ അവിടെ ഉറപ്പിച്ച് നിന്ന് കഴിഞ്ഞാണ്ടല്ലോ ഒരു സീസൺ. ഞാൻ നേരത്തെ പറഞ്ഞു, ദിസ് ഗൈ ഈസ് എക്സെപ്ഷണൽ, ഗ്രേറ്റ് ടാലന്റ്. നമ്മുടെ ഗതികേടിന് ഫിറ്റ് ആയിട്ടിരിക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നു. പിന്നെ കോൾ പാൽമർ, സ്റ്റാർ ഓഫ് ദ ഷോ, ദ മാൻ ഓഫ് ദ മാച്ച്, ബ്രില്യന്റ്. ഒരുപാട് ഗെയിമിൽ ഇൻവോൾവ് ആവുന്നു, ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു. യു ലുക്ക് സോ സെൽഫ് അഷ്യൂർഡ്, സോ കാം. ആ ഫോം ഔട്ട് ആയിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ വേണ്ടിയുള്ള സമയത്തിൽ അതൊന്നും അല്ല. ഈസ് ട്രൈങ് ടു പിക്ക് അപ്പ് ദോസ് പാസസ്. സെൽഫിഷ് ആവുന്നില്ല. അപ്പൊ ത്രൂ ബോളുകൾ കൊടുക്കാൻ വേണ്ടി നോക്കുന്നു, ചിപ്പ് ബോളുകൾ കൊടുക്കാൻ വേണ്ടി നോക്കുന്നു. ഈസ് കൺട്രോളിങ് ദ ഗെയിം ബിക്കോസ് ആ പുള്ളിക്കാരുടെ പൊസിഷനിൽ നിന്നാണ് കളിച്ചുകൊണ്ടിരുന്നത്, റൈറ്റ് ഹാഫ് സ്പേസിന് വേണ്ടിയിട്ട്. നോണി മാഡുവൊക്കെ, സെൽഫിഷ് മാഡുവൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും. എപ്പോൾ എവിടെ പാസ് കൊടുക്കുന്നു പറയാൻ പറ്റില്ല, എപ്പോൾ ഷോട്ട് എടുക്കുന്നു പറയാൻ പറ്റുന്നില്ല. ഇൻകൺസിസ്റ്റന്റ് ഡിസിഷൻ മേക്കിംഗ്, ടിപ്പിക്കൽ സെൽഫിഷ് നോണി മാഡുവൊക്കെ. ഇത് കുറെ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ബട്ട് അറ്റ്ലീസ്റ്റ് നോണി മാഡുവൊക്കെ കുറെ പെനട്രേറ്റീവ് റൺസ് എങ്കിലും തരുന്നുണ്ട്. കുറച്ച് ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിനായിട്ട് വട്ടം കറപ്പിച്ചു. പക്ഷെ അതൊക്കെ നമുക്ക് ഫൈനൽ തേർഡിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം ചാൻസസ്. മേ ബി ഈ സീസൺ വരെ നോണി മാഡുവൊക്കെ അങ്ങോട്ട് ക്ഷമിക്കുക, അടുത്ത സീസൺ മുതൽ നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പെഡ്രോ നെറ്റോ വെരി ഹാർഡ് വർക്കിംഗ്. ആദ്യത്തെ ഗോളിനുള്ള അസിസ്റ്റ് തന്നു. നല്ലോണം പണിയെടുക്കുന്ന ഒരു പ്ലെയർ ആണ്. പക്ഷെ അഗൈൻ ഫൈനൽ ഔട്ട്പുട്ട് ഇനിയും ഇമ്പ്രൂവ് ആവാനുണ്ട്. മൈക്കൽ ജാക്സൺ ഇന്നത്തെ എന്ത് പറ്റിയെന്നറിയാം. മൈക്കൽ ജാക്സൺ യുർഗാർഡനെതിരെ തകർത്ത് കളിക്കുകയും അവസാനം ലിവർപൂളിനെതിരെ അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു കളി, ചുമ്മാ പോയി ഓഫ് സൈഡ് അങ്ങനെ നിൽക്കുകയാണ്. അവൻ ഒന്ന് ചിന്തിച്ച് നിന്നിരുന്നെങ്കിൽ അവന് ഓൺ സൈഡ് നിൽക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ബിഗ് ഗെയിം പ്രഷർ അവന്റെ തലയ്ക്ക് പിടിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു. നോണി മാഡുവൊക്കെ നിക്കലസ് ജാക്സൺ രണ്ടുപേരും ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ഡിസിഷൻ മേക്കർ. അത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളതാണ്. ഡിസിഷൻ മേക്കിങ്ങിൽ അവർ ആവറേജ് ആണ്, ഇൻകൺസിസ്റ്റന്റ് ആണ്. എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ അന്തം താളിച്ചിരിക്കും, എന്റെ പൊന്നളി ഇവർ കൊള്ളാലോ എന്നുള്ളത്. എടുക്കാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുരുപെടുന്നത്. ചില സമയത്തൊക്കെ ജാക്സൺ കറക്റ്റ് സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. 50-50 ചാലഞ്ചസിനൊന്നും ജാക്സൺ പൊതുവെ പോവാറില്ല. ഭയങ്കര ഇൻകൺസിസ്റ്റന്റ്. ആ ഇൻകൺസിസ്റ്റൻസിയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ജാക്സന്റെ പെർഫോമൻസ് വെച്ചോ നോക്കാൻ നേരം. അപ്പൊ ഇവർ രണ്ടുപേരും ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആണ്. അടുത്ത സീസൺ അത് ഇമ്പ്രൂവ് ആവുമോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. അല്ല നോക്കിയില്ലെങ്കിലും ഇല്ല, പക്ഷെ അവരുടെ ഫൈനൽ തേർഡ് ഡിസിഷൻ മേക്കിംഗ് ഹാസ് ടു ഇംപ്രൂവ് അ ലോട്ട്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഇരിക്കണം. പിന്നെ മെറസ്കേനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. പാൽമറിനെ ഈ പറയുന്ന പോലെ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ കളിപ്പിച്ചു, കൈസഡോനെ ഇൻവേർട്ട് ചെയ്ത് കളിപ്പിച്ചു. സബ്സ്റ്റിറ്റ്യൂഷൻ വാസ് ഓൺ പോയിന്റ്. സാൻചോ വന്നു ജാക്സന് പകരം, എന്നിട്ട് നെറ്റോനെ ഫോൾസ് നയൻ ആയിട്ട് കളിപ്പിച്ചു. ദെൻ ഗുസ്തോ കെയിം ഇൻ, റീസ് ജെയിംസ് കെയിം ഇൻ. സോ ദ സബ്സ്റ്റിറ്റ്യൂഷൻസ് വാസ് ഓൺ പോയിന്റ്. യെസ്, കുറച്ചും കൂടെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഇംപ്രൂവ് ആയിരുന്നു. പക്ഷെ മെറസ്ക ഓവറോൾ ഗോട്ട് ഹിസ് ടാക്ടിക്സ് റൈറ്റ്, സ്പോട്ട് ഓൺ. ഇന്നത്തെ മത്സരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർനെ സ്ലോട്ടിന്റെ കേസ്, ലിവർപൂളിന്റെ കേസ്, ദേ വർ നോട്ട് 100% ഇൻ ടു ദിസ് ഗെയിം. കുറച്ചൊരു അറ്റ്ലീസ്റ്റ് ഒരു 80%, 20% എങ്കിലും അവരുടെ ഒരു മടി ഉണ്ടായിരുന്നു. ആ മടി നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയി മാറി. അവസാന പെനൽറ്റിയിൽ നമ്മൾ ഗോൾ സ്കോർ ചെയ്തു, 3-1. ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഏകദേശം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ നിൽക്കുന്നു. ഇനി ഇവർ 3 മത്സരങ്ങൾ ബാക്കി, എങ്ങോട്ട് വേണമെങ്കിലും പോകാം. നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡും
മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, ന്യൂ കാസിൽ എവേ, ആൻഡ് ദെൻ ഫൈനലി നമ്മൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെരി മച്ച് ഇൻ കൺട്രോൾ. ആൻഡ് അപ്പുറത്ത് ന്യൂ കാസിൽ ഡ്രോ പിടിച്ചു ബ്രൈറ്റൺ ആയിട്ടെതിരെ. ശരിക്കും പറഞ്ഞാൽ ബ്രൈറ്റൺ ജയിക്കേണ്ട കളിയായിരുന്നു. ബ്രൈറ്റണിന് ഒരു മനോഹരമായ ഒരു പെനൽറ്റി അവസരം കിട്ടി, അത് വാർ കൺസിഡർ പോലും ചെയ്തില്ല. ന്യൂ കാസിലിന്റെ 2 പെനൽറ്റി ഓവർടേൺ ചെയ്തു. 3ാമത്തെ പെനൽറ്റി അവസാനം വാർ പറഞ്ഞു ഇത്രയും 3 പെനൽറ്റി വിളിച്ചല്ല എന്നാൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് വാർ അവസാനത്തെ 3ാമത്തെ പെനൽറ്റി കൊടുത്തു. അത് ഇസാക്ക് സ്കോർ ചെയ്യുകയും ചെയ്തു, 1-1. ഇൻഫാക്ട് അവരുടെ ഡ്രോ നമുക്ക് ഗുണകരമായി മാറി. കാരണം നമ്മളിപ്പോ സെയിം ഗോൾ ഡിഫറൻസിലും ഇരിക്കുന്നു നമ്മൾ ഒരുമിച്ച്, പ്ലസ് നമ്മുടെ പോയിന്റ്സ് നിലയും ഇതാണ്. അപ്പൊ ന്യൂ കാസലിന് നല്ല പ്രഷർ ഉണ്ട്, കാരണം ന്യൂ കാസൽ ഇസ് ഗോണ പ്ലേ അഗൻസ്റ്റ് ആർസണൽ, പിന്നെ നമ്മളായിട്ട്. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും നല്ല നല്ല പ്രഷർ ഉണ്ട്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് അങ്ങനെ കാര്യമായിട്ടില്ല, പക്ഷേ ഹോം ഗെയിം അവസാനത്തെ മത്സരം അവർക്ക് എവെയാണ്, നമുക്കെതിരെയാണ്. സോ ദാറ്റ്സ് ഗോണ ബി എ ചാലഞ്ചിങ്. ആർസണലിനുണ്ട് മത്സരം, മാഞ്ചസ്റ്റർ സിറ്റിക്കാണ് കുറെ കൂടെ ക്ലിയർ റൺ ഉള്ളത്. പക്ഷെ ആർസണലിനും ഉണ്ട് അഗൈൻസ്റ്റ് ന്യൂ കാസൽ ആൻഡ് ലിവർപൂൾ ആയിട്ടൊരു മത്സരമുണ്ട്. പക്ഷെ ലിവർപൂൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മേ ബി ദേ മൈറ്റ് ടേക്ക് എ ബിറ്റ് ലൈറ്റ്ലി. പക്ഷെ ഇന്നത്തെ തോൽവിക്ക് ശേഷം പ്രോബ്ലി ലിവർപൂൾ പറയാൻ വേണ്ട, ഇങ്ങനെ ഇത്രയ്ക്ക് ഈസി ആയിട്ട് നമ്മൾ കുറച്ചും കൂടെ, ഇത്രയ്ക്കല്ല ഈസി ആയിട്ട് കളി എടുക്കരുത് എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാം. ഇറ്റ് വിൽ ബി എൻ ഇൻട്രസ്റ്റിംഗ് മാച്ച് ഓവറോൾ. ബട്ട് മച്ചാനെ ടോട്ടലി ഹാപ്പി വിത്ത് ദ റിസൾട്ട്. 3-1 പ്രീമിയർ ലീഗിൽ ലിവർപൂളിനെതിരെ, അതും ഇങ്ങനത്തെ ഒരു നിമിഷത്തിൽ, ഇങ്ങനത്തെ ഒരു സമയത്തിൽ, ഗെറ്റിംഗ് ദ ഫോം ബാക്ക്, ഗെറ്റിംഗ് ദ ടീം ബാക്ക് ഇൻ ഷേപ്പ്, മാസീവ് അഡ്വാൻറ്റേജ് ആൻഡ് ഹ്യൂജ് ക്രെഡിറ്റ് ടു കോൾ പാൽമർ. മെറസ്കയ്ക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് വേർ ഇറ്റ് ഇസ് ഡ്യൂ. ആരോ കമന്റിൽ പറഞ്ഞതുപോലെ അപ്പുറം നോക്കി ഞാൻ ചാടുകയാണല്ലോ എന്നുള്ളത്. ഞാൻ ചാടുകയല്ല, എനിക്ക് മോശം പറഞ്ഞു കഴിഞ്ഞാൽ മോശം പറയും, നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് തന്നെ പറയും. നല്ലത് കണ്ടതിന്റെ പേരിൽ വളരെ സന്തോഷം. ഇത് മുന്നോട്ട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും വലിയ ഹാപ്പി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചീത്തയും വിളിച്ചുകൊണ്ടിരിക്കും, പിന്നെ അവസാനം നന്നാവുകയും ചെയ്യും. അതുകൊണ്ട് സോറി, പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. എടാ അമ്മേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് SK Chelsea Karan.